ഹലോ ഹായ്. അപ്പം ഇന്ന് കൂടുതലും ഈ ഓരോ സിനിമാ നടിമാരും ചില വ്ളോഗേഴ്സും ഒക്കെ ചെയ്യുന്നുണ്ട് ഫേസ് റിമൂവൽ. അത് ലേഡീസിൻ്റെ ടൈപ്പ് ഇറങ്ങിയിട്ടുണ്ട്, നല്ലതാണ്. നിങ്ങളുടെ സ്കിന്ന് നല്ല അടിപൊളിയായിട്ടിരിക്കും, രോമമൊക്കെ പോയിട്ട്. ആരും അതൊന്നും വാങ്ങിക്കരുത് കേട്ടോ. നമുക്കൊന്ന് വയ്യാതെ വന്ന് ഒന്ന് കിടന്നു പോയാലേ എന്ത് ബോറായിരിക്കും അത്. ഇവിടെയൊക്കെ രോമം വളർന്ന് ഇവിടെയൊക്കെ രോമം വളർന്നു. ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിതൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ? ഇപ്പം ചെറിയ പിള്ളേരാണ് കൂടുതലും ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. +1 ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കൾ എല്ലാം. നിങ്ങൾക്ക് ഇങ്ങനെ മുഖം ക്ലീനാക്കി കഴിയുമ്പം ഒരു തിളക്കവും ഒരു സോഫ്റ്റ്നെസ്സൊക്കെ തോന്നും. അതൊക്കെ കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. എത്രയൊക്കെ ആണെങ്കിലും രോമം മുഖത്തത് വളരും. കാര്യം ഇപ്പോഴത്തെ ഫുഡ് അനുസരിച്ച്, പ്രത്യേകിച്ച് നാച്ചുറൽ ഫുഡ് കഴിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും മുഖത്ത് രോമം വളരും. ഈ ചിലർ പിരികം ഇങ്ങനെ പഠിക്കുമ്പം പറയും ഇവിടുത്തെ രോമം എടുക്കുക, ഇവിടുത്തെ രോമം എടുക്കുക. ഒരു 2 ആഴ്ച കഴിയുമ്പോൾ പിന്നെ എടുക്കും. എന്തായാലും അങ്ങനെ എടുത്ത് വരുമ്പം രോമത്തിന് നല്ല വളരാനുള്ള കരുത്ത് നമ്മുടെ ഫേസ് കൊടുക്കും അല്ലേ? അങ്ങനെ വളർന്ന ഒത്തിരി സ്ത്രീകൾ ഇന്നിവിടെ ഉണ്ട്. ചിലവർ ഈ മീശയുടെ ഭാഗത്ത് രോമം വന്നിട്ട് വടിക്കും. ഷേവിങ് സെറ്റ് ഉപയോഗിച്ച് വടിച്ചിട്ട് കുരങ്ങിൻ്റെ മുഖം പോലെ ആവും. ഒരിക്കലും ഒരു ഷേവിങ് സെറ്റ് നമ്മൾ മുഖത്ത് തൊട്ടാൽ നമ്മുടെ മുഖം നശിച്ചത് തന്നെ. അതിലൊന്നും ഒരു താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. എനിക്കതിഷ്ടമല്ല. ഞാൻ പറയുന്നത് ഒന്ന് ചിന്തിച്ച് നോക്ക്. നിങ്ങൾ വെറുതെ പറയുന്നതാ വളരത്തില്ലെന്നൊക്കെ. എടുത്തെടുത്ത് വരുമ്പോഴത്തേക്കും ഇതിന് വളരാനുള്ള എല്ലാ പഴുതും നമ്മുടെ മുഖത്ത് തന്നെ കാണും. അവസാനം നമ്മുടെ മുഖം കുളമാവും. ഒരിക്കലും 10ാം ക്ലാസ്സിലും +2 പഠിക്കുന്ന പിള്ളേർ ഇതൊന്നും ചെയ്യരുത്. വലിയവർ പലതും കാണിക്കും. അതൊക്കെ മോശം പരിപാടിയാണ്. ഇപ്പോൾ ഒരു 40-45 വയസ്സ് കഴിഞ്ഞ ചേച്ചിമാരാണെങ്കിലും അവരെടുത്ത് മുഖം നമുക്ക് കാണുമ്പോൾ അറിയാം ചെറിയ ഗ്ലേസിങ്. അതുപോലെ റോഡേൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പം ഒരുപാട് പുട്ടിയിട്ട് മുഖം തന്നെ വെളുപ്പിച്ചിട്ടായിരിക്കും പോകുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ മേക്കപ്പ് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ ക്യാൻസറും ഉണ്ടാവും. കാര്യം മേക്കപ്പ് ഇട്ടിട്ട് വരുമ്പം അതിനകത്തുള്ള കെമിക്കൽസ് ചേർന്നിട്ട് നമ്മുടെ മുഖം ചള്ളായും പോവും. പല പല അസുഖങ്ങൾ വരികയും ചെയ്യും. ഉദാഹരണത്തിന് നമ്മുടെ ശോഭനയെ കാണാൻ എന്ത് ഭംഗിയായിരുന്നല്ലേ. ശോഭനയുടെ മുഖം
ഇപ്പോൾ നോക്കിക്കേ, മേക്കപ്പ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്, ആ മുഖത്ത് ആ പോരിഷ തന്നെ മാറി, വേറൊരു മുഖമായി. പ്രായമായെന്ന് പറയും, എങ്കിലും മേക്കപ്പിൻ്റെ യൂസ് കൊണ്ട് ആ മുഖത്തിൻ്റെ എടുപ്പ് നഷ്ടപ്പെട്ടു. ഇപ്പം നമ്മൾ വഴി കൂടെ പോകുമ്പോഴാണെങ്കിലും പിള്ളേരുടെ മുഖമാണെങ്കിലും ചില വലിയവരുടെ മുഖമാണെങ്കിലും വേറൊരു മുഖമല്ല, ഒരു ചില നോക്കുമ്പോൾ ഒരു പാവക്കുട്ടിയെ പോലെ നമുക്ക് തോന്നും. നമുക്കെപ്പോഴും നമ്മുടെ നാച്ചുറൽ സൗന്ദര്യം തന്നെയാണ് ഏറ്റവും നല്ലത്. ഞാൻ എൻ്റെ വീഡിയോസിൽ ഫിൽറ്റർ ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ എങ്ങനെയാണോ അങ്ങനെ എന്നെ ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടപ്പെടുക. എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല ഫിൽറ്റർ ഇടുന്നത്. പിന്നെ എന്താ പറയുക, എൻ്റെ വീഡിയോസ് എനിക്ക് എഡിറ്റ് ചെയ്യാനും അറിയത്തില്ല. എഡിറ്റ് ചെയ്യാതെ തന്നെയാണ്, ഞാൻ പറഞ്ഞല്ലോ 6K അടുത്ത് സബ്സ്ക്രൈബേഴ്സും 15 ലക്ഷത്തിൽ മുകളിൽ പേര് വീഡിയോസ് കണ്ട് മോണിയായ ചാനൽ പോയ വിഷമം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ഇപ്പോൾ 2 ആഴ്ചയായിട്ടുള്ളത് പോയിട്ട്. അപ്പം അതിൻ്റെ അകത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ, മുൻജന്മ അറിവുകൾ, അതുപോലെ കോമഡീസ്, പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പം ഞാൻ എഡിറ്റ് ചെയ്യാതെ തന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യൂസ് ഞാൻ നാച്ചുറലായിട്ട് ചെയ്യുന്നതുകൊണ്ട് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ചിലത് നമ്മുടെ വായിക്കകത്ത് വെച്ചിട്ട് നഷ്ടപ്പെടുമെന്ന് പോയ ഒരു അവസ്ഥയായിപ്പോയി. എങ്കിലും സാരമില്ല, അൽഹംദുലില്ലാഹ്, പടച്ചവൻ്റെ പരീക്ഷണങ്ങളാണ്. റബ്ബ് ഉണ്ട് കൂടെ, അൽഹംദുലില്ലാഹ്. അപ്പം അടുത്തൊരു കാര്യം പറയാം നിങ്ങളോട്. ഇപ്പോൾ ഈ മുന്തിരിയാണല്ലോ, ഇതുപോലെ ഓരോ പച്ചക്കറിയുടെ ഉപയോഗവും നിങ്ങൾക്ക് ഞാൻ പിന്നീട് പറഞ്ഞുതരാം, ഓരോന്നായിട്ട് പറഞ്ഞുതരാം. അപ്പം മുന്തിരിങ്ങയുടെ പ്രയോജനങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. ഡെയിലി മുന്തിരിങ്ങ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് നല്ല ഗ്ലാമർ വയ്ക്കാൻ നല്ലതാണ്. പ്രത്യേകിച്ച് മാസമുറ ആകുന്ന ആ ഒരു ടൈമിൽ അതിൻ്റെ ഒരു 2-3 ദിവസം മുമ്പ് തന്നെ മുന്തിരി ജ്യൂസ് അടിച്ച് നന്നായിട്ട് കുടിച്ചാൽ നന്നായിട്ട് ബ്ലീഡിങ് പോവും, അതുപോലെ ബ്ലഡ് ഉണ്ടാവും. പിന്നെ നല്ല വയറിലെ അഴുക്കൊക്കെ പോയി നമ്മുടെ വയറ് ചൊട്ടും മുന്തിരിങ്ങ ജ്യൂസ് അടിച്ച് നന്നായിട്ട് കുടിച്ചാൽ. അതറിയാമല്ലോ നിങ്ങൾക്ക്. മുന്തിരി നല്ല മഞ്ഞളും ഉപ്പുമൊക്കെ ഇട്ട് കഴുകിയിട്ട് നല്ല ഒരു 6-7 മിനിറ്റ് വേവിച്ച് അരച്ചിട്ട് മിക്സിയുടെ ജാറിൽ അരിച്ചിട്ട് കുടിക്കുക. ബ്ലഡ് ഉണ്ടാവാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തുള്ള വയറിലെ അഴുക്കുകൾ, യൂട്രസിലെ അഴുക്കുകൾ എല്ലാം നല്ല വൃത്തിയായിട്ട് പോവും. മെൻസസ് ആകുന്നതിന് ഒരാഴ്ച മുമ്പ്, മെൻസസ് സമയത്ത് ഒക്കെ കുടിക്കുമ്പം നല്ല വയറ് ചൊട്ടുകയും ചെയ്യും, ചീത്ത ബ്ലഡുകളൊക്കെ പോവുകയും ചെയ്യും. നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലതാണ്.
ഹാർട്ടിൻ്റെ അസുഖം അങ്ങനെ ഉള്ളവരൊന്നും അങ്ങനെ അധികം മുന്തിരിങ്ങ ഒന്നും കഴിക്കണ്ട കേട്ടോ. അപ്പം മെൻസസിന് ഏറ്റവും നല്ലതാണ് മുന്തിരി, അതുപോലെ പൈനാപ്പിൾ, ആ ഒരു ടൈമിൽ ഈത്തപ്പഴം, ഇതെല്ലാം നമ്മൾ ആ ഒരു ടൈമിലും അതിന് മുമ്പ് 2 ദിവസം മുമ്പ്, ഒരാഴ്ച മുമ്പൊക്കെ കഴിക്കുക. ഈത്തപ്പഴം, പൈനാപ്പിൾ, മുന്തിരി ജ്യൂസ് അടിച്ചത്, പാല് തിളപ്പിച്ചൊക്കെ കുടിക്കുക. ചക്കരയിട്ട് പാല് തിളപ്പിച്ച് കുടിക്കുക. ചക്കര ധാരാളം കഴിക്കാം. എള്ളുണ്ട നന്നായിട്ട് കഴിക്കാം. ഇതെല്ലാം നമ്മുടെ വയറ് കഴുകി വൃത്തിയാക്കി വയറ് നല്ല ചൊട്ടി നല്ല അടിപൊളിയാവാനായിട്ട് ഏറ്റവും നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തെ ചീത്ത ബ്ലഡ് പോവും, നല്ല പുതിയ ബ്ലഡ് ഉണ്ടാവും. അപ്പം മുന്തിരി കഴിക്കാത്തവർ, എനിക്ക് മുന്തിരി വേണ്ടാന്ന് പറയുന്നവർ നാളെ മുതൽ തന്നെ എല്ലാ ടൈപ്പ് മുന്തിരിയും കഴിക്കുക. അതുപോലെ നമ്മൾ മുഖത്ത് കുറേ പൗഡറും കാര്യങ്ങളും ഇടുന്നതല്ല വെളുപ്പ്. നമ്മളിതുപോലത്തെ നല്ല നല്ല ഫ്രൂട്ടുകളൊക്കെ കഴിക്കുന്നതുകൊണ്ടാണ് നമുക്ക് നല്ല ഗ്ലാമർ ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.